ഇനി ചൈൽഡ്ഹുഡ് പാരന്റിങ്ങിൻ്റെ മറ്റൊരു ഒരു ടോപ്പിക്കിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. നമുക്കറിയാം ദ 8 L's ഓഫ് പാരന്റിങ്. പാരന്റിങ്ങിൻ്റെ 8 എല്ലുകൾ എന്തൊക്കെയാണ്? സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട് അവനിക്ക് ഒരു എല്ല് കൂടുതലാണ്, അവനിക്കൊരു എല്ല് കൂടുതലാണെന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ശരിയാണ്, അവനിക്കൊരു എല്ല് കൂടുതലാണ്. ചില ആളുകൾ ചില സമയത്ത് ചില എല്ലുകൾ നമുക്ക് കൂടേണ്ടതുണ്ട്. ഒരു പാരന്റിന് 8ഓളം എല്ലുകൾ വേണം. എന്താ എല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമല്ല കേട്ടോ, നമ്മൾ ബോൺ എന്നല്ല അർത്ഥം. എൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ലെറ്റർ എൽ ആണ്. എൽ എന്ന ലെറ്റർ, ആ എൽ കൊണ്ട് തുടങ്ങുന്ന, എൽ എന്ന ലെറ്റർ കൊണ്ട് തുടങ്ങുന്ന 8ഓളം വരുന്ന ക്വാളിറ്റീസ് ഒരു പാരന്റ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്പർ 1, ലവ് യുവർ ചൈൽഡ്. ഒന്നാമത്തെ എല്ല് ലവ് എന്നാണ്. എന്താ ലവ് എന്ന് പറഞ്ഞാൽ? സ്നേഹം അല്ലേ? സ്നേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 2 ദിവസം ഞാൻ ക്ലാസ് എടുക്കും. അത്രമാത്രം വിശാലമായ വലിയ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് സ്നേഹം എന്നുള്ളത്. നമുക്കറിയാം, ഈ സ്നേഹം എന്ന് പറയുന്നതിൽ ഫോർ യുവർ ചൈൽഡ് ടു ബി സക്സസ്ഫുൾ ഷീ മസ്റ്റ് ഫീൽ വാല്യൂഡ്, ഹി ഓർ ഷീ മസ്റ്റ് ഫീൽ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈൽഡ് വിജയിക്കാൻ അല്ലെങ്കിൽ കുട്ടി ഒരു സക്സസ്ഫുള്ളായി തീരണമെങ്കിൽ അവനിക്ക് തോന്നണം എനിക്കൊരു വാല്യൂ ഉണ്ട്, എൻ്റെ രക്ഷിതാക്കളുടെ അടുത്ത് എനിക്ക് വാല്യൂ ഉണ്ട്, ഞാൻ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന ഒരു തോന്നല് നമ്മുടെ മക്കൾക്ക് വേണം. ഇപ്പം സാധാരണയായിട്ട് ഈ സ്നേഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം, പ്രധാനപ്പെട്ട 2 കാര്യം നമുക്കതിൽ ചർച്ച ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ഒരു കാര്യം, പല രക്ഷിതാക്കളും പറയാറുണ്ട്, എനിക്ക് എൻ്റെ മക്കളോട് നല്ല സ്നേഹമുണ്ട്, പക്ഷേ ഞാനത് പ്രകടിപ്പിക്കാറില്ല. അധികം ആളുകളും പറയുന്നതാണ്. നിങ്ങളും പലപ്പോഴും മക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, എനിക്ക് അവന് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ സ്നേഹം മനസ്സിലാണ്, ഞാനത് പ്രകടിപ്പിക്കാറില്ല. എന്നാൽ പ്രകടിപ്പിക്കപ്പെടാത്ത സ്നേഹം പിശുക്കൻ്റെ കയ്യിലെ പണം പോലെയാണ്. ഒരു പിശുക്കൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട്, അയാൾ അത് ചെലവഴിക്കുന്നില്ല. പിശുക്കൻ അങ്ങനെ, അതുകൊണ്ടാണ് അയാൾ പിശുക്കൻ എന്ന് വിളിക്കുന്നത്. പിശുക്കൻ്റെ കയ്യിലെ പണം പോലെയാണ് എക്സ്പ്രസ് ചെയ്യപ്പെടാത്ത സ്നേഹം. മക്കളോട് സ്നേഹം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, അത് പ്രകടിപ്പിക്കണം, അത് പറയണം. ഞാനൊക്കെ എൻ്റെ ആളുകൾ വന്നാൽ, അയൽവാസികളൊക്കെ വന്നു കഴിഞ്ഞാൽ, കുടുംബക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ മക്കളോട് ഇടയ്ക്ക് ഇങ്ങനെ പറയും, എനിക്ക് ഇന്ന മകൻ, എൻ്റെ ഇന്ന മകനെ എന്നോട് ഭയങ്കര സ്നേഹമാണ്, എനിക്ക് അവനോട് സ്നേഹമാണ്. ഇന്നലെയൊക്കെ ഞാൻ ഒരു യാത്ര ഇങ്ങനെ നടത്തി വരുന്ന സമയത്ത്, ആ യാത്രയിൽ വരുന്ന സമയത്ത് എൻ്റെ മക്കളെ എന്നെ വിളിച്ചു. മക്കളെ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഉപ്പയില്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബോറിങ്ങാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നൽ? മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവരോട് സ്നേഹമുണ്ടെന്നും അവരെ സ്നേഹിക്കുന്നുണ്ടെന്നും ആളുകളോട് പറയുക. നമ്മൾ ഈ ഉള്ള സ്നേഹം ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ സാധാരണ അധികം കുടുംബജീവിതങ്ങളിലും സംഭവിക്കുന്നത് അങ്ങനെയാണ്. ഭാര്യയും ഭർത്താവും നല്ല സ്നേഹമുണ്ട്, ഭാര്യയ്ക്ക് ഭർത്താവിനോടുണ്ട്, ഭർത്താവിന് ഭാര്യയോടും സ്നേഹമുണ്ട്. പക്ഷേ 2 പേരും പറയും സ്നേഹം പുറത്ത് കാണിക്കൂല. അപ്പോൾ അത് പുറത്ത് കാണിക്കുന്ന വേറൊരാൾ വന്നിട്ട് ഭാര്യയ്ക്ക് സ്നേഹം കൊടുക്കുമ്പോൾ അയാൾ കൂടെ പോകുന്നു. ഇതേപോലെ തന്നെ നമ്മൾ മക്കളോട് സ്നേഹം കാണിക്കാതിരിക്കുന്ന സമയത്ത്, അവർ കൗമാര സമയത്തെത്തുമ്പോൾ ആരെങ്കിലും സ്നേഹം വാരിക്കോരി കൊടുക്കുമ്പോൾ അവർ കൂടെ ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ സ്നേഹം എന്നുള്ളത് ഏറ്റവും വലിയ കണ്ടീഷൻ സ്നേഹമുണ്ടോ ഇല്ലയോ എന്നൊന്നും വിഷയമല്ല, സ്നേഹം പ്രകടിപ്പിക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളങ്ങനെ ഒരു തെറ്റായ രീതിയിൽ പഠിപ്പിക്കരുത് എന്നാണ്. എന്നാലും ഈവൻ നിങ്ങൾക്ക് ആ കുട്ടിനോട് സ്നേഹമില്ലെങ്കിൽ പോലും വെറുതെ ഒന്ന് സ്നേഹമുണ്ടെന്ന് പറയുകയും ആളുകളുടെ മുമ്പിൽ അത് പറയുകയും ചെയ്താൽ കുട്ടിക്കത് വലിയ സന്തോഷമാകും. ഇപ്പോൾ എൻ്റെ അച്ഛൻ തന്നെ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന ഒരു തോന്നൽ. പ്രത്യേകിച്ചിട്ട് നമ്മൾ ചൈൽഡ്ഹുഡ് പാരന്റിംഗ് ആണ് പ്രത്യേകം ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൃത്യമായി അവനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇപ്പം 3 പ്രധാനപ്പെട്ട സമയങ്ങൾ ഒരു കുട്ടിയും രക്ഷിതാവും തമ്മിൽ ആത്മബന്ധം ഉണ്ടാക്കാൻ വേണ്ടി, ഏറ്റവും കൂടുതൽ ആത്മബന്ധം ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന 3 സമയങ്ങളുണ്ട്. ഒന്ന്, കുട്ടി അതിരാവിലെ എഴുന്നേറ്റ ഉടനെ. ആ കുട്ടി എഴുന്നേറ്റ ഉടനെ കുട്ടി ഇങ്ങനെ കണ്ണൊക്കെ തിരുമി ഇങ്ങനെ വരുന്ന സമയത്ത് അവനെ ആട്ടി ഓടിക്കുന്നതിന് പകരം അവനെ ചേർത്ത് പിടിച്ച് ഹഗ് ചെയ്ത് കൈ കൊടുത്ത് അടുത്ത് നിർത്തി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നമ്മോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. എൻ്റെ ഒരു ആൺകുട്ടി, എനിക്ക് ഏറ്റവും ചെറിയ ആൺകുട്ടിയാണ്. ആൺകുട്ടി എല്ലാ ദിവസവും എഴുന്നേറ്റാൽ ആദ്യം എൻ്റെ അടുത്തേക്കാണ് വരിക.
അപ്പോൾ ഞാൻ അവനിങ്ങനെ ചേർത്ത് നിൽക്കും, എന്നിട്ട് ഒന്ന് പിന്നെ മടിയിൽ വെച്ചിരുത്തും, എന്നിട്ട് അവനോട് ഒന്ന് കുറേ സംസാരിക്കും. അതുകൊണ്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. ചെറിയ കുട്ടികളൊക്കെ നമ്മൾ അങ്ങനെ ഒന്ന്. രണ്ടാമത്തത് സ്കൂളിൽ പോകുന്ന ഇപ്പോൾ പ്രീ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടാകും. അപ്പോൾ പ്രീ സ്കൂളിൽ നമ്മൾ കുട്ടികളൊക്കെ പ്രീ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അവർ പോയി വളരെ പ്രയാസപ്പെട്ട് കുട്ടി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത്, ഓ നീ വന്നോ, നിനക്ക് കുറച്ച് കഴിഞ്ഞ് വരാവില്ലേ, ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഇവിടെ കുറച്ച് സമയം ഒന്ന് എൻജോയ് ചെയ്യട്ടൂലേ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം, ഈ കുട്ടി വന്നോ, ഓടി വന്ന് കെട്ടിപ്പിടിച്ചല്ലേ. ചെറിയ സ്കൂളിലൊക്കെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി ഒരുപാട് സ്ട്രെയിനൊക്കെ അനുഭവിച്ചായിരിക്കും അവർ തിരിച്ചെത്തുന്നത്. അപ്പോൾ ആ എത്തുന്ന സമയത്ത് അവരെ നാം നമ്മോടൊപ്പം ചേർത്താൽ അത് നമ്മോടുള്ള ആത്മബന്ധത്തെ കൂട്ടാൻ കാരണമാകും. മൂന്നാമത്തത്, രാത്രി കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് നല്ല വാക്കൊക്കെ പറഞ്ഞ് ഓക്കെ വെരി ഗുഡ് അല്ലേ, നല്ല സംസാരമൊക്കെ കൊടുത്തു, നല്ല ഒരു വിഷൊക്കെ കൊടുത്ത് ഒന്ന് നല്ല പോസിറ്റീവായ ഒരു മൈൻഡോട് കൂടി കുട്ടിയെ പറഞ്ഞയച്ചാൽ ഈ 3 സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ബെഡ് വെറ്റിംഗ് ചെറിയ കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ പ്രയാസമുണ്ട്, ബെഡ് വെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബെഡ് വെറ്റിംഗ് പോലുള്ള അസുഖങ്ങൾ, അഥവാ ബെഡിൽ മൂത്രമൊഴിക്കുക, ഒരു സമയം കഴിഞ്ഞിട്ട് പോലും പിന്നീട് ബെഡിൽ മൂത്രമൊഴിക്കുക, അത്തരം കുട്ടികളെ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് അവരോട് നമ്മൾ നല്ല വാക്കുകൾ, പോസിറ്റീവായ വാക്കുകൾ പറഞ്ഞാൽ തന്നെ അന്ന് ബെഡ് വെറ്റിയില്ല എന്നുള്ളതാണ്. അതുപോലും പഠനങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ വിശദമായി പഠിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മുടെ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിലൊക്കെ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ലവ് യുവർ ചൈൽഡ് എന്നുള്ളത് ഒന്നാമത്തെ എല്ലാണ്. രണ്ടാമത്തത്, ലുക്ക് ഫോർ ദ ഗുഡ് ഇൻ യുവർ ചൈൽഡ്. നമ്മൾ സാധാരണ നമ്മുടെ മക്കളിൽ കാണുക അവരുടെ കുറ്റങ്ങളാണ്, അവരുടെ കുറവുകളാണ് നമ്മൾ ആദ്യം എടുത്ത് കാണുക. എന്നാൽ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ആ മക്കളിൽ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകളെ കാണാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ബിലീവ് ഇൻ യുവർ ചൈൽഡ്സ് വർത്ത് ബിഫോർ ഓർ ഷീ ക്യാൻ ബിലീവ് ഇറ്റ് അല്ലേ. നമുക്ക് നമ്മുടെ മക്കളിൽ ഒരു വിശ്വാസം ഉണ്ടാകണം, അവർ നന്നാകുമെന്ന വിശ്വാസം ഉണ്ടാകണം. എനിക്ക് ഏറ്റവും കൂടുതൽ ലൈഫിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം, അത് ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ല. കോളേജിൽ ഒരു ദിവസം ഒരു കുട്ടിയും അച്ഛനും വന്നു, ഞാൻ ജോലി ചെയ്യുന്ന കോളേജിൽ. അങ്ങനെ അവിടുന്ന് അവർ TC വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ TC വാങ്ങാൻ വേണ്ടി വന്നു, TC ഒക്കെ മേടിച്ചു. എന്താ TC വാങ്ങി പോകുന്നത് എന്താണെന്നറിയോ? ഈ കുട്ടി തീരെ പഠിക്കില്ല, ഒന്ന് ഇൻ്റലക്ച്വലി കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുട്ടി പഠിക്കില്ല, തീരെ ക്ലാസ്സൊക്കെ അനുസരിക്കില്ല, ഒരുപാട് കൗൺസിലിംഗ് മറ്റൊക്കെ കൊടുത്തു, അങ്ങനെ ഒരു രീതിയിലും ആവില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാനേ ഇവനെ എന്തെങ്കിലും ഒരു സ്കിൽ കോഴ്സൊക്കെ പഠിപ്പിച്ച് അങ്ങനെ വിടാമെന്ന രീതിയിൽ അച്ഛൻ വന്ന് TC എടുത്ത് പോകും. TC എടുത്ത് പോകുന്ന സമയത്ത് അവസാനമായി എൻ്റെ ക്യാബിനിലേക്ക് കയറി യാത്ര പറയാൻ വേണ്ടി 2 പേരും വന്നപ്പോൾ ആ അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരു രീതിയിലും നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങളുടെ കുട്ടിയായിരിക്കാം ചിലപ്പോൾ ഭാവിയിൽ ഏറ്റവും വലിയ ഒരു ബിസിനസ്മാൻ, നിങ്ങളുടെ കുട്ടിയായിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന ആൾ. ഒരിക്കലും നമ്മുടെ കുട്ടികളെക്കുറിച്ചുള്ള വിശ്വാസം നമ്മൾ വിടരുത്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിരിക്കൂ, ഈ കുട്ടി വളർന്ന് വലിയ സംഭവമാകും എന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇതുവരെ ഇത്ര കാലമായിട്ടും ഒരധ്യാപകനും ഈ കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഒരു കോൺഫിഡൻസ് എനിക്ക് തന്നിട്ടില്ല, സാറിനെ ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം ഓടി വന്നിട്ട് പറഞ്ഞു, സാറന്ന് പറഞ്ഞല്ലോ ഇങ്ങനെയാകുമെന്ന്, അവൻ നല്ല അവന് ഇപ്പോൾ ജോബ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ അവൻ ജീവിച്ചു പോകുന്നുണ്ട്, അന്ന് സാറ് പറഞ്ഞ വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം. നമുക്കറിയാം, നമ്മളെപ്പോഴും വേണ്ടത് നമ്മുടെ വിദ്യാർത്ഥികളുടെ മേലെ അല്ലെങ്കിൽ മക്കളുടെ മേലുള്ള നമ്മുടെ വിശ്വാസമാണ് അല്ലേ. ഇവനൊക്കെ അല്ലേ ഉണ്ടാക്കിയ നേരം കൊണ്ട് പലപ്പോഴും ഉപയോഗിക്കുന്ന നാടൻ വാക്കുകളൊക്കെ വാഴ വെച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ തെങ്ങ് പിടിപ്പിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ മക്കളിലുള്ള നന്മകളെ കാണാൻ നാം എപ്പോഴും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമത്തതാണ് ലിസൺ. എന്താ ലിസൺ എന്ന് പറയുന്നത് അല്ലേ? കേൾക്കുക. മക്കളെ കേൾക്കുക എന്ന് പറയുന്നത് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. നമുക്കറിയാം, വിത്തൗട്ട് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ, അതായത് ഇതൊരു കോടതിയല്ല. പലപ്പോഴും അച്ഛനും മക്കളുമുള്ള അല്ലെങ്കിൽ രക്ഷിതാക്കളും മക്കളും തമ്മിലുള്ള
കമ്മ്യൂണിക്കേഷനൊക്കെ ഒരു കോടതി പോലെയാണ്. കോടതിയിൽ ജഡ്ജ് വാദം കേൾക്കും, എന്നിട്ട് ഒരു ശിക്ഷ വിധിക്കും, അല്ലേ? അതിൽ പിന്നെ ആ ഒരു രീതിയിലേക്ക് മാറുന്നതിന് പകരം അവരുടെ എല്ലാ കാര്യങ്ങളും ലിസൺ ചെയ്യണം എന്നുള്ളതാണ്. പലപ്പോഴും വീടുകളിലേക്ക് ഓടിച്ചെന്ന് വന്ന് സ്കൂളിൽ നടക്കുന്ന കുഞ്ഞു 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 കഥകൾ, ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ സ്കൂളിൽ പോയിട്ട് പ്രീ സ്കൂളിലൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ ആണെങ്കിൽ അവർ ഓടി വന്ന് ചെറിയ ചെറിയ കഥകളൊക്കെ പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണൊക്കെ മാറ്റിവെച്ച്, നമ്മുടെ കയ്യിലുള്ള മറ്റു ഇടപാടുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവരെ ഒന്ന് ലിസൺ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു കൃത്യമായ ഒരു കാര്യം പറയാം. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞിട്ടൊരു ടൈമുണ്ട്. ക്വാളിറ്റി ടൈം എന്നാണ് അതിനെ മനഃശാസ്ത്രത്തിൽ പറയാം. എന്താ ക്വാളിറ്റി ടൈം? രാത്രി സമയങ്ങളിൽ മക്കളും രക്ഷിതാക്കളും ഒരുമിച്ചിരുന്ന് വളരെ അൺഫോർമലായി, അല്ലെങ്കിൽ ഒരു അൺഒഫീഷ്യലായിട്ട് ഇൻഫോർമലായിട്ടുള്ള സംസാരങ്ങൾ, ഇൻഫോർമലായിട്ടുള്ള സംസാരം, വെറുതെ അച്ഛൻ്റെ ഓഫീസിലത്തെ കഥ പറയുന്നു, അമ്മയുടെ കാര്യങ്ങൾ പറയുന്നു, മക്കൾ സ്കൂളിലെ കഥകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും, ഒരു കുറുക്കൻ കോഴിയെ പിടിച്ച ഒരു സംഭവമായിരിക്കും. അല്ലെങ്കിൽ അച്ഛൻ ഞാൻ വരുന്ന സമയത്ത് ഒരാൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്, അതാണിപ്പോൾ ഇത്ര വലിയ കാര്യം എന്ന് പറഞ്ഞ് അവനെന്ത് ചെയ്തു, നമ്മൾ പരിഹസിച്ചു. അല്ല, അതും ചിരിക്കുകയായിരുന്നു, എന്തിപ്പോൾ ആ ചിരിയിൽ നീ കണ്ടേ, അത് ഒരു അസാധാരണമായിട്ടുള്ള ചിരിയായിരുന്നു അച്ഛാ, അതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ചു, അതല്ലേ, അപ്പം അങ്ങനെയൊക്കെ ഫീൽ ആയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് ലിസൺ എന്നോ നമുക്ക് അവരെ കൃത്യമായി അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ലാഫ് എന്ന് പറയുന്നത് ചിരിക്കുക എന്ന് പറയുന്നത് അച്ഛനും കൂടിയിട്ട് ചിരി മത്സരം നടത്തുക എന്നല്ല അർത്ഥം. എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഒരു ക്വാളിറ്റി, നമ്മുടെ ഒരു ഹ്യൂമർ സെൻസ്, ഒരു സെൻസ് ഓഫ് ഹ്യൂമർ, ഒരു ഹ്യൂമർ സെൻസ് വേണം. എപ്പോഴും ഇങ്ങനെ മസിൽ പിടിച്ച്, ഇപ്പോൾ ഞാൻ കോളേജിൽ പ്രിൻസിപ്പലാണ്, പ്രിൻസിപ്പലാണ്, വീട്ടിൽ പോയി കഴിഞ്ഞാൽ മക്കളോട് ഇവിടെ ഓടാം, അത് കൊണ്ടുപോടാം, അതെടുത്ത് പോടാം, അമ്മയോടും എല്ലാം കൂടി ഒരു വലിയ സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ പ്രിൻസിപ്പലിനെ പോലെ ഒരു അഡൽറ്റ് ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് അവരോട് സംസാരിച്ചാലോ, വീട്ടിലെത്തിയാൽ തനി അല്ലേ അച്ഛൻ കുട്ടിയും കൂടി കളിക്കേണ്ടി വരും, തമാശ കളിക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്താണ് നമുക്ക് കളിക്കാൻ പറ്റുക, അവരോടൊപ്പം നിന്നുകൊണ്ട് കളിച്ച് തമാശ പറഞ്ഞ് അവരോടൊപ്പം പങ്കുചേർന്ന്. പെൺമക്കളൊക്കെയുള്ള ചെറിയ പെൺമക്കളൊക്കെയുള്ള രക്ഷിതാക്കൾ, പ്രത്യേകിച്ചിട്ട് അമ്മമാർ ഓൾറെഡി അവരോട് കൂടുതൽ ഇടപെടുന്നവരാണെങ്കിൽ പോലും ഫാദേഴ്സ് ചിലപ്പോൾ പലപ്പോഴും അവരോട് ഇടപെടുന്ന ആളുകളായിരിക്കില്ല. അപ്പോൾ ഈ പെൺമക്കളൊക്കെ ആവുന്ന സമയത്ത് അവരോടൊപ്പം നിന്ന് തമാശയൊക്കെ പറഞ്ഞ്, അത് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ തന്നെ നമുക്കറിയാം, ഒരു പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡാണ്. കുട്ടിക്കാലത്ത് മുതൽ തന്നെ അത് തുടങ്ങണമെന്നാണ്. അപ്പം അവരോടൊപ്പം നിന്നുകൊണ്ട് ഒരു സെൻസ് ഓഫ് ഹ്യൂമർ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 4 L, ഇപ്പോൾ ഇതിൽ 8 4 L ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലവ് യുവർ ചൈൽഡ്, ലുക്ക് ദ ഗുഡ് ഇൻ യുവർ ചൈൽഡ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് നമുക്ക് ലിസൺ ആൻഡ് ലാഫ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ലവ് എന്ന് പറയുന്നതിൽ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. 2 തരം സ്നേഹമുണ്ട്. സാധാരണ 2 രീതിയിലാണ് മക്കളെ രക്ഷിതാക്കൾ സ്നേഹിക്കുക. ഒന്ന് കണ്ടീഷണൽ ലവ് എന്ന് പറയും, മറ്റൊന്ന് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയും. എന്താണ് കണ്ടീഷണൽ ലവ്? നമ്മൾ ചില കണ്ടീഷൻ വെച്ചുകൊണ്ട് ആളെ ഇഷ്ടപ്പെടുക. അപ്പോൾ എൻ്റെ മക്കൾ നല്ല മാർക്കൊക്കെ വാങ്ങി, സ്കൂളിൽ മാർക്കൊക്കെ വാങ്ങി, എല്ലാത്തിലും ഭയങ്കര സെറ്റപ്പൊക്കെ ആയി, നല്ല അപ്രീസിയേഷനൊക്കെ മേടിക്കുമ്പോൾ അവനോട് ഭയങ്കര സ്നേഹം. എന്നാൽ അൺകണ്ടീഷണൽ ലവ് ഉണ്ട്. എന്താ അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ? അവൻ സ്കൂളിലും പോവില്ല, അല്ലെങ്കിൽ സ്കൂളിലും ഒന്നിനും കൊള്ളില്ല, ആക്ടിവിറ്റികളിലൊന്നും കൊള്ളില്ല, അവനോട് ഭയങ്കര വെറുപ്പ്, അല്ലേ? ഈ കണ്ടീഷൻ വെച്ചുകൊണ്ട് സ്നേഹിക്കുക അൺകണ്ടീഷണൽ ലവ്. നമുക്ക് വേണ്ടത് എന്താണ്? അൺകണ്ടീഷണൽ ആണ്, നിരുപാധിക സ്നേഹം. അവൻ എന്ത് കുഴപ്പമില്ല, മന്ദബുദ്ധിയാവട്ടെ, അതേപോലെ തന്നെ അവന് പഠിക്കാത്തവനാവട്ടെ, കുരുത്തം കെട്ടവനാവട്ടെ, എൻ്റെ മകൻ എൻ്റേതാണ്, കാക്കക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷണൽ ലവ്, കേരളത്തിലേക്ക് ഒരുപാട് ദുരഭിമാന കൊലകൾ എന്ന് പറഞ്ഞാൽ, തൻ്റെ വീട്ടിലെ, നമുക്കൊക്കെ കേരളത്തിൽ അറിയുന്ന വലിയൊരു കഥയുണ്ടല്ലോ. ഒരു കുട്ടിക്ക് സ്കൂളിൽ വലിയ മാർക്കൊക്കെ കിട്ടി, അവളുടെ ഫോട്ടോ ഒക്കെ വെച്ച് വീട്ടിൽ അവളെ എല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങി. അതേ വീട്ടിൽ തന്നെ മറ്റൊരു കുട്ടി, അവളെ ആരും പരിഗണിക്കാതിരിക്കുന്ന സമയത്ത് ഏതോ ഒരു
മറ്റേ എന്താണ് പെസ്റ്റിസൈഡ് അല്ല കീടനാശിനി കലക്കി കൊടുത്ത് ശ്വാസം മുട്ടിച്ച് കൊന്ന ഒരു കഥയൊക്കെ കേൾക്കാം. അപ്പം നമുക്ക് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കണ്ടീഷണൽ അൺകണ്ടീഷണൽ ലവിൽ നമുക്കൊരു കണ്ടീഷണൽ ലവ് നമുക്കില്ല. കണ്ടീഷൻ വെച്ചിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇഷ്ടപ്പെടേണ്ടത് എന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ലവ്, ലുക്ക് ആൻഡ് ലിസൺ ആൻഡ് ലവ്, ദീസ് ആർ ദ 4 L's. ഇൻ ദ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 4 L'കളാണ്. ഇത് ഓരോന്നും നമ്മൾ കൃത്യമായി പരിശോധിക്കും, അല്ലെങ്കിൽ പ്രവർത്തിച്ച് വരുന്നുണ്ടോ, ഇത് അപ്ലൈ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കുക. ഉള്ളത് ഒന്നും കൂടി മികച്ച രീതിയിലേക്ക് മാറ്റുക, ഇല്ലാത്തത് വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു.